അമേരിക്കയെ ബ്രിക്സ് ശാക്തിക ചേരി തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണമെങ്കിൽ അതിലും കടുപ്പത്തിലൊരു ആരോപണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. CPM-നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം നൽകുന്നുവെന്നാണ് EP ജയരാജന്റെ ആരോപണം. പോസ്റ്റ് മോഡേൺ പരിശീലനം നൽകിയവരെ ഇന്ത്യയിലേക്ക് അയക്കുന്നുവെന്നുമാണ് EP ആരോപിക്കുന്നത്. പാർട്ടിയെയും നേതൃത്വത്തെയും തകർക്കാനുള്ള ഈ ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. CPM-ന്റെ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലായിരുന്നു EP ജയരാജന്റെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പരാമർശം. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ മോഡേൺ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ജാവദേക്കർ കൂടിക്കാഴ്ച വെളിപ്പെടുത്തൽ, പിന്നാലെയുണ്ടായ പൊട്ടിത്തെറി, കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക്, ഒടുവിൽ ആത്മകഥാ വിവാദം. അങ്ങനെ വിവാദങ്ങളിൽ EP പ്രധാന കഥാപാത്രമാകുമ്പോഴാണ് അമേരിക്കൻ ഗൂഢാലോചന പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലാണ് EP ജയരാജന്റെ പരാമർശം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം ആരെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? CPIM-ഉം അമേരിക്കയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എന്നാൽ പലപ്പോഴായി CPIM നേതാക്കളുടെ ചില പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ, ഇതിലെല്ലാം തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വവും അമേരിക്കൻ നയങ്ങളുമെല്ലാം വിമർശന വിധേയമായി ഒരുപാട് തവണ കടന്നു വരാറുണ്ട്. എന്നാൽ ഇത് ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് EP ജയരാജൻ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. ഈ പരാമർശത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഗത്തിന് തൊട്ട് മുൻപ് തന്നെ EP ഇന്ത്യയിലെ CPIM നേതാക്കളെ തകർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. സാമ്രാജ്യത്വ ശക്തികളെല്ലാം തന്നെ അതിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ഇന്ത്യയിലെ വലതുപക്ഷം അതിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു നൽകുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തെ അല്ലെങ്കിൽ പാർട്ടിയെ തകർക്കുക എന്നതിൻ്റെ എളുപ്പ വഴി പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതിന് അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചില കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. പോസ്റ്റ് മോഡേൺ പരിശീലനം എന്ന രീതിയിൽ ചില ആൾക്കാരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയക്കുകയും അവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ പല മേഖലയിലും വ്യാപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് EP ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലായിരുന്നു ഇത്തരമൊരു പരാമർശം EP ജയരാജൻ നടത്തുകയും ചെയ്തത്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ EP ജയരാജൻ്റെ പരാമർശങ്ങൾ പല ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇത് അത്ര വലിയ പ്രതിരോധത്തിലാവുന്ന ഒരു കാര്യമല്ല. പക്ഷെങ്കിൽ കൂടി ആ ഉപയോഗത്തിലെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ അമേരിക്ക തന്നെ ഈ CPIM-നെ തകർക്കാൻ വേണ്ടി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ചില കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്ന രീതിയിലുള്ള EP ജയരാജൻ്റെ പരാമർശം അത് ഒരു പടി കൂടി കടന്ന ഒരു പരാമർശമാണ്. അമേരിക്കയിലെ നയങ്ങളോ അല്ലെങ്കിൽ നയവ്യതിയാനങ്ങളോ സാമ്രാജ്യത്വ ശക്തികളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അല്ല. അവിടെ നിന്ന് അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇന്ത്യയിലെ CPIM-നെയും CPIM നേതാക്കളെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായി കുറേ പേരെ ഇന്ത്യയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു. അവർ ഇന്ത്യയിലെ പല മേഖലയിൽ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് എന്നുള്ള EP ജയരാജൻ്റെ പരാമർശം അത് പല മേഖലയിലും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ പോലും അത് പരിഹാസ രൂപേണ ഉപയോഗിക്കുകയാണ്. EP ജയരാജൻ്റെ ചില പരാമർശങ്ങൾ മുൻപ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ട്രോളുകളാക്കി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതും അത്തരത്തിൽ ഒരു ട്രോളാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ EP ജയരാജൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: അമേരിക്കൻ ശക്തികളുടെ ഒരു പിന്തുണയോടുകൂടി ഇന്ത്യയിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു തുടർച്ചയായ രീതിയിലുള്ള സംഭാഷണത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചില കാര്യങ്ങൾ വികസിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടോ അല്ല അദ്ദേഹം സംസാരിച്ചത്. സ്വാഭാവികമായി അങ്ങനെ പ്രത്യേകിച്ച് ആരെയെങ്കിലും EP ഉദ്ദേശിച്ചു എന്ന് തോന്നുന്നില്ല അല്ലേ? ചുരുക്കിയ ഒരു ഫ്ലോയിൽ EP ജയരാജൻ അങ്ങനെ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാം. ഒരു ഫ്ലോയിൽ EP ജയരാജൻ അങ്ങ് പറഞ്ഞു പോയതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലാതെ കൃത്യമായ രീതിയിൽ തെളിവുകളുടെയോ അല്ലെങ്കിൽ തെളിവുകളുടെ പിൻബലത്തോടു കൂടിയോ ഒന്നുമല്ല
ഇ പി ജയരാജൻ ആ പരാമർശം നടത്തിയിട്ടുള്ളത്. എങ്കിൽ കൂടി അതൊരു ഫ്ലോയിൽ ഇ പി ജയരാജന്റെ ഒരു മനസ്സിലായി അർജുൻ. ഏതായാലും ഇ പിയുടെ പ്രസംഗങ്ങൾ കേട്ടിരിക്കാൻ രസമാണ്. ആ പ്രസംഗത്തിനിടയിൽ ഒരു പരാമർശം തന്നെയായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമായിരുന്നിരിക്കാം, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാകാം എന്നാണ് അർജുൻ കല്യാട് പറയുന്നത്. ഏതായാലും പാപ്പിനിശ്ശേരിയിലെ സമ്മേളന വേദിയിലായിരുന്നു ഇ പി ജയരാജന്റെ ഈ പരാമർശം. CPM-നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രത്യേകം പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളുകളെ അയക്കുന്നു എന്നാണ് ആ പ്രസ്താവന.